ഡേയ് കുട്ടിപ്പുലി, എവിടെടാ പോയിട്ട് വരുന്നേ? ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് കോവ എക്സ്പ്രസ് ഇടിച്ച് കയറിയെന്ന് കേട്ടു. അതിനൊന്ന് തള്ളി വിട്ടതിന് ശേഷം എയർപോർട്ട് റൺവേയിൽ എരുമകൾ ചാണകം ഇട്ടെന്ന് കേട്ടു. അതും വാരി കളഞ്ഞിട്ടാണ് വരുന്നത്. പട്ടാപകൽ എന്തിനാണ് ഇങ്ങനെ അടിക്കണത്? ഇനി പോകൂടാ, പോകൂടാ. ബഹുമാനിക്കാത്തവന്റെ വീട്ടിൽ കയറാൻ പാടില്ലെന്ന് പറയാം. കയറൂടാ. അന്ന് കാപ്പി ഷോപ്പിൽ വെച്ച് അവൾ ഇവനെ അണ്ടാവിൽ കഴുകി 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 ഒഴിച്ചു. അപ്പോഴും ബുദ്ധി വരണ്ടേ? അണ്ണാ കുറച്ച് ഓവറാവണേ. ഇന്ന് ഏവളോ ഓടിപ്പോയെന്ന് പറഞ്ഞ് വിളിച്ചു. നാളെ അവള് ഫോൺ ചെയ്ത് വാസു 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 എന്റെ വീട്ടിലെ ജോലിക്കാരി വന്നില്ല, അതുകൊണ്ട് വാസു വന്ന് വീട് തുടച്ച് വൃത്തിയാക്കി കോലയിട്ട് തരാൻ പറയും. പിന്നെ അവള് ഫോൺ ചെയ്ത് പറയും വാസു 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 എന്റെ അമ്മമ്മയ്ക്ക് സുഖമില്ല, വന്ന് സാമ്പാർ ഉണ്ടാക്കി തരാൻ പറയും. നീ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് സാമ്പാർ ഉണ്ടാക്കി അവളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ചോറ് വാരി വാരി കൊടുക്കും. അയ്യോ അണ്ണന്റെ ബോധം പോയണ്ണാ. ടെൻഷൻ അടുപ്പിച്ച ചവിട്ടി കൂട്ടും. എടി എന്താ വാസു, എപ്പോ വന്നു? സുഖാണോ? പോയ കാര്യം ഓക്കെ അല്ലേ? എന്താ പോയപ്പോ എന്നെ കൂടെ വിളിക്കാത്തെന്താ? ഞാനും കൂടെ വരില്ലായിരുന്നോ? ദിവ്യ സുഖമായിരിക്കുന്നോ? നാണം കെട്ടവൻ തുടങ്ങി. ശരി, ഞാൻ പോയിട്ട് വരാം. ഡേയ്, എത്ര അടി കിട്ടിയാലും നാണം ഇല്ലല്ലേ? ആരാടാ അഭിമാനത്തെ പറ്റി പറയുന്നത്? ഞാനാടാ. നീ അല്ലടാ, നിന്റെ വോയിസ് എനിക്ക് അറിഞ്ഞൂടെ? ആരാവിടെ? ഞങ്ങളെല്ലാം കത്തിയില്ലാതെ വെറും കൈകൊണ്ട് വെട്ടുന്നമാരാണ്ടാ. കോവൈ ഗ്രൂപ്പ് മുരിങ്ങയ്ക്ക് വന്നല്ലോ. നിനക്ക് ഒരു മാറ്റവും ഇല്ലേടേ. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നിന്നെ തന്നെയാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിങ്ങൾ ഈ ടൈം മാറ്റാറേ ഇല്ലേ? മുഖം തുടയ്ക്കുന്നത് പോലെ മൂക്ക് പിടിക്കുന്നത് വരെ ഇത് വെച്ചല്ലേ?